അസ്സലാമലൈക്കും. ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് അദ്ധ്യായം 25 സൂറ ഫുർഖാനാണ്. ഇതിൽ ഒന്നാമത്തെ ആയത്ത് പറയുന്നത്, തന്റെ ദാസന്റെ മേൽ സത്യാസത്യ വിവേചനത്തിലുള്ള പ്രമാണം അഥവാ ഖുർആൻ അവതരിപ്പിച്ചവൻ അനുഗ്രഹപൂർണനാകുന്നു. അദ്ദേഹം ലോകർക്കൊരു താക്കീതുകാരൻ ആയിരിക്കുന്നതിന് വേണ്ടി അത്രയത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു താക്കീതുകാരനായിരിക്കാനാണ് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം ആർക്കാണോ അവനത്രേ അത് അവതരിപ്പിച്ചവൻ. അപ്പോൾ നമ്മളെ സൃഷ്ടാവ് ആകാശഭൂമികളുടെ മൊത്തം നിയന്ത്രണം ഉള്ള സൃഷ്ടാവാണ്. അവൻ സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല. ആധിപത്യത്തിൽ അവന് യാതൊരു പങ്കാളിയും ഉണ്ടായിട്ടില്ല. ഓരോ വസ്തുവേയും അവൻ സൃഷ്ടിക്കുകയും അതിനെ അവൻ ശരിയാവണ്ണം വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. നമ്മളെ പ്രപഞ്ചത്തിലേക്ക് നോക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ മനുഷ്യരിലേക്ക് നോക്കുകയാണെങ്കിലും ഏതൊരു ജന്തു ജീവജാലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിലും അതിനൊക്കെ അതിന്റെ കാര്യങ്ങൾ അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യരെ പറ്റിയിട്ടാണെങ്കിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള ധാരണ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മൃഗമാണെങ്കിൽ ഒരു പക്ഷിയാണെങ്കിൽ ഓരോന്നിനും അതിൻ്റെതായ കാര്യങ്ങൾ വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. അവന് പുറമെ പല ദൈവങ്ങളെയും അവർ സ്വീകരിച്ചിട്ടുണ്ട്. അവർ ദൈവങ്ങൾ യാതൊന്നും സൃഷ്ടിക്കുന്നില്ല, അവർ തന്നെയും സൃഷ്ടിക്കപ്പെടുകയാകുന്നു. തങ്ങൾക്ക് തന്നെ ഉപദ്രവമോ ഉപകാരമോ അവർ അധീനപ്പെടുത്തുന്നുമില്ല. മരണത്തെയോ ജീവിതത്തെയോ ഉയർത്തെഴുന്നേൽപ്പിനെയോ അവർ അധീനപ്പെടുത്തുന്നില്ല. വിഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അത് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന്, ഇപ്പൊ മനുഷ്യർ നിർമ്മിച്ചതാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. സത്യനിഷേധികൾ പറഞ്ഞു, ഈ ഖുർആൻ അവൻ കെട്ടിച്ചമച്ച നുണ മാത്രമാകുന്നു. വേറെ ചില ആളുകൾ അവനെ അതിനെ സഹായിച്ചിട്ടുമുണ്ട്. എന്നാൽ അന്യായത്തിലും വ്യാജത്തിലും തന്നെയാണ് ഈ കൂട്ടർ വന്നെത്തിയിരിക്കുന്നത്. ഇത് പൂർവികന്മാരുടെ കെട്ടുകഥകൾ മാത്രമാണ്. ഇവൻ അത് എഴുതി വെച്ചിരിക്കുന്നു, എന്നിട്ട് അത് രാവിലെയും വൈകുന്നേരവും അവന് വായിച്ചു കേൾപ്പിക്കപ്പെടുന്നു എന്ന് അവർ പറഞ്ഞു. നബിയെ പറയുക, ആകാശങ്ങളിലെയും ഭൂമിയിലെയും രഹസ്യം അറിയുന്നവനാണ് ഇത് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചുറ്റിലും സൃഷ്ടാവ് വലയം ചെയ്യുന്നുണ്ട്, നമ്മളെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. സൃഷ്ടാവിനെ പറ്റി മനസ്സിലാക്കിയവർക്ക് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവർ പറഞ്ഞു, ഈ ദൂതൻ എന്താണിങ്ങനെ? ഇയാൾ ഭക്ഷണം കഴിക്കുകയും അങ്ങാടികളിലൂടെ നടക്കുകയും ചെയ്യുന്നല്ലോ. ഇയാളുടെ കൂടെ ഒരു താക്കീതുകാരനായിരിക്കത്തക്കവണ്ണം ഇയാളുടെ അടുത്തേക്ക് എന്തുകൊണ്ട് ഒരു മലക്ക് ഇറക്കപ്പെടുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്ക് ഒരു രീതി ഇട്ടുകൊടുക്കപ്പെടുന്നില്ല? അല്ലെങ്കിൽ ഇയാൾ കായ്ക്കനികൾ എടുത്തു തിന്നാൻ പാകത്തിൽ ഒരു തോട്ടം ഉണ്ടാക്കുന്നില്ല? റസൂലിനെ പറ്റി അക്രമികൾ പറഞ്ഞു, മാരണം ബാധിച്ച ഒരാളെ മാത്രമാകുന്നു നിങ്ങൾ പിൻപറ്റുന്നതെന്ന്. അവർ നിന്നെക്കുറിച്ച് എങ്ങനെയാണ് ചിത്രീകരണങ്ങൾ നടത്തിയെന്ന് നോക്കൂ. അവർ പിഴച്ചു പോയിരിക്കുന്നു, അതിനാൽ യാതൊരു മാർഗവും കണ്ടെത്താൻ അവർക്ക് സാധിക്കുകയില്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് വളരെ മോശമായിട്ടാണ് അവർ ചിത്രീകരിച്ചത്. അന്ത്യസമയത്തെ നിഷേധിച്ച് തള്ളിയവർക്ക് കത്തി ജ്വലിക്കുന്ന നരകം നാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൂരെ സ്ഥലത്ത് നിന്ന് തന്നെ അത് അവരെ കാണുമ്പോൾ ശോഭിച്ചിളകുന്നതും ഇരുമ്പുന്നതും അവർക്ക് കേൾക്കാവുന്നതാണ്.